ഹായ്, വെൽക്കം ടു ക്രാഫ്റ്റ് ട്രീ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 3D ഓറിഗാമിയാണ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് 3 സ്ക്വയർ ഷീറ്റ്സ് ഓഫ് പേപ്പറാണ്. ചെയ്യുന്ന ഷേപ്പ് എന്ന് പറയുന്നത് ടെട്രാഹെഡ്രൻസ് രണ്ടെണ്ണം ഓപ്പോസിറ്റ് ബേസ് രണ്ടും കൂടെ സ്റ്റക്ക് ചെയ്തിട്ട് വരുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് വെച്ചിട്ട് വരുന്ന ഷേപ്പാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമുക്ക് ഡെക്കറേറ്റീവായിട്ട് യൂസ് ചെയ്യാം, ഹാങ്ങിങ്സ് ആയിട്ട് ഡോറിൻ്റെ സൈഡിൽ ഹാങ്ങിങ്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം, പോപ്പപ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതുപോലെ ചെയ്യാം. അപ്പം ഇതിൻ്റെ ടെട്രാഹെഡ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ട്രയാങ്കിൾ സൈഡ്സും ബേസ് ട്രയാങ്കിൾ ആയിട്ട് വരും. അങ്ങനെ ഈ ഒരു സൈഡും ഈ ഒരു സൈഡും കൂടെ ബേസ് രണ്ടും കൂടെ സ്റ്റക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് ചെയ്യാനായിട്ട് 3 സ്ക്വയർ പേപ്പർ, ഇത് A4 സൈസ് പേപ്പറാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അതിനെ സ്ക്വയർ ആക്കാനായിട്ട് ഡയഗണലി ഒന്ന് ഫോൾഡ് ചെയ്യുക. ഈ ഒരു ഫോൾഡിനെ നമ്മൾ വീണ്ടും മടക്കുക. നന്നായിട്ട് ക്രീസ് ചെയ്ത് ഫോൾഡ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. അപ്പം ഈ ഒരു സ്ക്വയർ പേപ്പറിനെ നമുക്ക് ആദ്യം 2 ക്രീസ് കൊടുക്കാം. രണ്ടും ഡയഗണലിയാണ്. നന്നായിട്ട് ക്രീസ് കൊടുക്കുക. ചെയ്യാം. നേരെ തിരിച്ചു അതുപോലെ തന്നെ ക്രീസ് കൊടുക്കുക. ഓക്കെ, ഇതിനെ ഓപ്പൺ ചെയ്യാം. ഇനി ഈ ഡയഗണലി വന്ന 2 ലൈൻസിനെയും നമുക്ക് സെന്ററിലേക്ക് മടക്കുക. ഷാർപ്പ് സെന്ററിലേക്ക് മടക്കുക. ഇവിടെ ക്രീസ് കൊടുക്കുക. തിരിച്ചും മുകളിൽ നിന്ന് സെന്റർ ലൈനിലേക്ക് മടക്കുക. അപ്പം ഈ ഒരു ലൈൻ സ്ട്രെയിറ്റ് ആയിരിക്കണം. ഇനി ഈ ഒരു ഷേപ്പിനെ നമ്മൾ നേരെ പേപ്പർ തിരിക്കുക, റിവേഴ്സിൽ. ഗെയിൻ ഫോൾഡ്, ഈ ഒരു കോർണർ ഈ സെന്റർ ലൈനിൽ പാരലലായിട്ട് ഫോൾഡ് ചെയ്യുക, ഒരേപോലെ വരുന്ന പോലെ. ഈ ഒരു പേപ്പർ മടങ്ങി വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു പേപ്പർ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ വരും, അങ്ങനെ വരരുത്. ഈ മുകളിലത്തെ പോർഷനും അതേപോലെ തന്നെ ഇതുപോലെ മടക്കും. ഇങ്ങനെ മടക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു കുഞ്ഞ് സ്ക്വയറിനെ ഇതുപോലെ മടക്കും. ഓക്കെ, ഈ ഒരു സൈഡും സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. ഇനിയുള്ള സ്റ്റെപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ റൈറ്റ് സൈഡിലെ കോർണറിൻ്റേത് മുകളിൽ നിന്ന് താഴത്തേക്ക് മടക്കുക. കോർണർ വരുന്നത് പോലെ മുകളിൽ നിന്ന് താഴത്തേക്ക് മടക്കുക. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേത് നേരെ താഴെ നിന്ന് മുകളിലേക്ക് മടക്കുക. ഈ ഒരു ഫോൾഡ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ ഈ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യാം. ഈ മുകളിൽ നിന്ന് താഴേക്ക് മടക്കിയത് അകത്തേക്ക് കയറ്റി വെച്ച് ഇവിടെ ടക്ക് ചെയ്യുക. തിരിച്ച് താഴേന്ന് മുകളിലോട്ടുള്ളത് മുകളിലത്തെ ഫോൾഡിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ച് ഫോൾഡ് ചെയ്യാം. ഇത് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഡയഗണലി ഇതുപോലെ ഒരു ക്രീസ് വരുത്തണം. തിരിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ക്രീസ് വരുത്തണം. ഈ ഒരു കോർണറിലും ഈ ഒരു സൈഡിലുമാണ് നമുക്ക് ക്രീസ് വരുത്തണം. അപ്പോൾ ഈ ഒരു ഫോൾഡ് വരുത്താനായിട്ട് അല്ലെങ്കിൽ ക്രീസ് വരുത്താനായിട്ട് ഈ കോർണറിനെ മടക്കി കറക്റ്റ് ഷേപ്പിൽ ഇവിടെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യാം. ഓരോ ഫോൾഡും സൂക്ഷിച്ച് വേണം, നല്ല കറക്റ്റ് ഷാർപ്പായിട്ട് വരണം. നേരെ തിരിച്ച് പിന്നെ നേരെ മുകളിലേക്കും കൂടെ മടക്കി കോർണറിൽ ഫോൾഡ് കൊടുക്കുക.
ഇനി ഈ ഒരു കുഞ്ഞു ട്രയാങ്കിളിനെ സെൻറ്ററിലേക്ക് മടക്കുക. നേരെ റിവേഴ്സിൽ എടുത്തതിന് ശേഷം സെൻറ്ററിലേക്ക് മടക്കുക. നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. നേരെ തിരിച്ചും ഈ ഒരു പോർഷനെ നമുക്ക് സെൻറ്ററിലേക്ക് കൊണ്ടുപോകും. ഇതുപോലെ വരും. ഇതിനെ ഓപ്പൺ ചെയ്യാം. ഈ ഒരു സൈഡും ഓപ്പൺ ചെയ്യാം. നമ്മൾ നേരത്തെ ഈ രണ്ട് സൈഡിൽ കൊടുത്ത ഫോൾഡിനെ നേരെ തിരിച്ചും കൂടെ ഫോൾഡ് ചെയ്യാം. മൗണ്ടൻ ഫോൾഡ് ആണെങ്കിൽ അതിനെ ഒന്ന് വാലി ഫോൾഡ് ആക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ഈ സെയിം മടക്കിയ സ്റ്റെപ്സിൽ മടക്കിയ 3 പേപ്പറാണ് നമുക്ക് വേണ്ടത്. കണ്ടോ? ഇതിൽ നിന്ന് 2 എണ്ണത്തെ എടുത്ത് ഈ ഒരു പോക്കറ്റിലേക്ക് പ്ലേസ് ചെയ്യുക. കണ്ടോ? അപ്പം ഒരെണ്ണം സ്ട്രെയിറ്റ് ആയിട്ടും ഒരെണ്ണം ഹൊറിസോണ്ടലായിട്ട് പ്ലേസ് ചെയ്യും. അതിനുശേഷം എല്ലായിടത്തും നമ്മൾ ഫോൾഡ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ലെങ്ത് ആയിട്ട് ഹൊറിസോണ്ടലി നമ്മൾ പ്ലേസ് ചെയ്തതിന് അല്ലെങ്കിൽ ഇങ്ങനെ പ്ലേസ് ചെയ്തതിനെ താഴത്തേക്കാക്കുക. നീളത്തിൽ വെച്ചതിനെ ഈ ഒരു പീസിൻ്റെ മുകളിൽ കൊണ്ടുവരിക. കണ്ടോ? ഈ ഒരു കുഞ്ഞു ട്രയാങ്കിൾ മാത്രമാണ് ഇതിൻ്റെ മുകളിൽ കൊണ്ടുവരുന്നത്. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഈ ഒരു പോക്കറ്റിൻ്റെ അകത്തേക്ക് കണ്ടോ ഇങ്ങനെ കയറ്റി പ്രസ് ചെയ്യും. അപ്പം പകുതിയായി. ഇപ്പം നമുക്കിവിടെ എല്ലാം ഫോൾഡ് ഉണ്ട് അല്ലേ? അതങ്ങനെ അകത്തേക്ക് കയറ്റി നന്നായിട്ട് ടൈറ്റായിട്ട് പ്രസ് ചെയ്തു. ഇനി നമ്മുടെ കയ്യിലുള്ളത് ഈ 2 പോക്കറ്റ്സ് ആണ് നീളത്തിൽ നിൽക്കുന്നത്. കണ്ടോ? ഇങ്ങനെ നിൽക്കും. ഈ 2 എണ്ണത്തിൻ്റെയും നടുവിലായിട്ട് നമ്മൾ നേരത്തെ ഒരെണ്ണം കൂടെ ചെയ്ത് വെച്ചിരുന്നു. ആ ഒരു പീസ് എടുത്ത് വെക്കുക. അതിനുശേഷം നേരെ അകത്തേക്ക് കയറ്റി അകത്തേക്ക് വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു സൈഡിനെ ഇതിൻ്റെ അകത്തേക്കും കയറ്റി. അതിന് ശേഷം ഈ ഒരു ഓറഞ്ച് പീസ് ഇപ്പുറത്തേക്ക് ഫോൾഡ് ചെയ്ത് ഇതിൻ്റെ അകത്തേക്ക് പ്രസ് ചെയ്ത് വെക്കുക. നേരെ തിരിച്ചിപ്പുറത്തെ ഓറഞ്ചും ഇതുപോലെ പ്രസ് ചെയ്ത് അകത്തേക്ക് കയറ്റി ടൈറ്റ് ആക്കുക. ഇപ്പം നമ്മുടെ 3D ഒറിഗാമി റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ത്രെഡ് ചെയ്ത് ഹാങ് ചെയ്തിടാം. നിങ്ങൾ ആ തംബ്നെയിലിൽ കണ്ടതുപോലെ ഹാങ് ചെയ്ത് നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.